ഹലോ ഗൈസ്, അലക്സാണ്ടർ ഇസാക്കിന്റെ കാര്യത്തിൽ ലിവർപൂൾ ഫാൻസിന് ഒരു സംശയം. ലിവർപൂൾ ഇസാക്കുമായി ഒരു ഡീൽ പൂർത്തിയാക്കാൻ പോകുന്നുവെന്നാണ് അവർ കരുതുന്നത്. കാരബാവോ കപ്പ് വിജയത്തിന് ശേഷം ലിവർപൂൾ മാനേജർ ആർനെ സ്ലോട്ടുമായി സ്ട്രൈക്കർ ഇടപഴകിയ നിമിഷം ലിവർപൂൾ ആരാധകർ ശ്രദ്ധിച്ചത് ഈ കാര്യമാണ്. ഇസാക്ക് ഈ സീസണിൽ ന്യൂകാസിലിനായി മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന താരമാണ്. മാത്രവുമല്ല, ഞായറാഴ്ച ലിവർപൂളിനെതിരായ കാരബാവോ കപ്പ് മത്സരത്തിൽ ഒരു ഗോൾ നേടി തൻ്റെ സ്കോറിംഗ് റെക്കോർഡ് മെച്ചപ്പെടുത്തുകയും ചെയ്തു. കാരബാവോ കപ്പ് മത്സരത്തിന് ശേഷം ലിവർപൂൾ മാനേജർ അർനെ സ്ലോട്ട് ന്യൂകാസിൽ ഫുട്ബോൾ കളിക്കാരെ അഭിനന്ദിക്കുകയും ഇസാക്കുമായി പ്രത്യേക സംഭാഷണം നടത്തുകയും ചെയ്തു. ഇത് ലിവർപൂൾ ഫാൻസിന് ആവേശം നൽകിയതായി കാണപ്പെട്ടു. കൂടാതെ ഇസാക്ക് സ്ലോട്ടിൻ്റെ തോളിൽ തട്ടി വളരെ സ്നേഹത്തോടെയായിരുന്നു സംസാരിച്ചത്. ഈ സംഭവം ഒരു സൂചനയായി ഫാൻസ് കണക്കാക്കുന്നു. ഒരു ലിവർപൂൾ ഫാൻ ഇക്കാര്യം വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാളോട് പെട്ടെന്നങ്ങനെ അടുത്തു വന്ന് കുശലാന്വേഷണം നടത്തില്ല. ഡീൽ പൂർത്തിയായി, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ തിരികെ പോകുന്നു എന്നാണ് ആ ആരാധകൻ അഭിപ്രായപ്പെട്ടത്. ഈ സീസണിൽ 23 ഗോളുകൾ നേടിയ ഇസാക്ക് യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഫിനിഷറുകളിൽ ഒരാളായതിനാൽ ഈ വേനൽക്കാലത്ത് നിരവധി ക്ലബ്ബുകളാണ് അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നത്. ലിവർപൂൾ, ആർസണൽ, ബാർസലോണ എന്നിവർ ഈ സ്വീഡൻ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം ന്യൂകാസിൽ സെന്റ് ജെയിംസ് പാർക്കിൽ ഇസാക്കിനെ നിലനിർത്താൻ തീവ്ര ശ്രമത്തിലുമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം എഡിഹോവിൻ്റെ ടീം ഇസാക്കിനെ വിട്ടു നൽകാൻ 150 മില്യൺ തൊട്ട് 178 മില്യൺ വരെ ഓഫർ ആവശ്യപ്പെടുമെന്നാണ് ഇംഗ്ലീഷ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസായി പങ്കുവെക്കുക. കൂടുതൽ കായിക വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്